ഹെവി ബെസ്റ്റ് അല്ലെങ്കിൽ സാഗി ബെസ്റ്റ് ആയിട്ടുള്ളവർക്ക് ഒട്ടും ഡിസ്കംഫർട്ട് ഇല്ലാതെ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബ്രാ നമ്മൾ എങ്ങനെ ചൂസ് ചെയ്യും? ഹായ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ഇന്ന് സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് സാഗി ബെസ്റ്റ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഏതൊരു ഔട്ട്ഫിറ്റ്സ് ഇട്ടാലും ഒരു ഷേപ്പോ ഭംഗിയോ ഒന്നും ഉണ്ടാവണം എന്നില്ല. അവർ പുറത്തു പോകുമ്പോഴാണെങ്കിലും ഒട്ടും കോൺഫിഡൻസ് അവർക്ക് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു സൊല്യൂഷൻ ആയിട്ട് ബെസ്റ്റിന് നല്ലൊരു സപ്പോർട്ടും കവറേജും ഒക്കെ കിട്ടുന്ന, ബെസ്റ്റിനെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബ്രായാണ് വേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള പാറ്റേൺ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ ഫീച്ചേഴ്സ് എല്ലാം ഉൾപ്പെടുന്ന ഒരു ഫസ്റ്റ് പാറ്റേൺ ആണ് കേട്ടോ അത്. ജാക്വേർഡ് സ്പേസർ ഫാബ്രിക് ആണ് ഇതിന്റെ ഫാബ്രിക് വരുന്നത്. ഇതിന്റെ ഫ്രണ്ട് പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു നോർമൽ ബ്രൈഡിലും 1 ഇഞ്ച് കവറേജ് കൂടുതൽ ഇതിന് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രണ്ട് പോർഷനിലെ ഒരു സ്പില്ലേജ് ഇഷ്യൂസ് ഒന്നും ഇതിനുണ്ടാവില്ല. അതുപോലെ തന്നെ ഇതിന്റെ കപ്പ് ഒരു മൗൾഡഡ് കപ്പ് ആയതുകൊണ്ട് തന്നെ ബെസ്റ്റിന് നല്ലൊരു ഷേപ്പിൽ അത് ഹോൾഡ് ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നെ ഈ അണ്ടർ ബെസ്റ്റിന്റെ ഭാഗത്ത് ഈ ഒരു സ്റ്റിച്ച് നിങ്ങൾ കണ്ടോ? ഇത് സാഗി ബെസ്റ്റിനെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇതിന്റെ സ്ട്രാപ്പ് ആണെങ്കിലും നല്ല രീതിയിൽ ബാക്കിൽ നിന്നും അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് തന്നിട്ടുള്ളത്. പിന്നെ ഇതിന്റെ സൈഡ് വിങ്സിലാണെങ്കിൽ ഇത്രയും കവറേജ് വരുന്നതുകൊണ്ട് തന്നെ സൈഡ് സ്പില്ലേജ് ഇഷ്യൂസ് ഒന്നും അവിടെ വരുന്നില്ല. കൂടാതെ ഇതിന്റെ ബാക്ക് പോർഷനിലാണെങ്കിലും 3 ഹുക്സോട് കൂടിയിട്ട് നല്ല രീതിയിലുള്ള ഒരു കവറേജ് ഈ ബ്രാ തരുന്നുണ്ട്. ഈ ഒരു പാറ്റേണിന്റെ ബാൻഡ് സൈസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 32 മുതൽ 42 വരെ സൈസസിലാണ്. ഇതിന്റെ കപ്പ് സൈസ് വരുമ്പോൾ ഡി കപ്പിലുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇതിന്റെ 3 കളേഴ്സ് ആണ് കേട്ടോ നമുക്ക് ഇവിടെ ഉള്ളത്. പീച്ചും കാഡ്ബറി വൈൻ ഷെയ്ഡിലുമാണ് ഇത് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. മുന്നേ പറഞ്ഞ ഫീച്ചേഴ്സ് എല്ലാം ഉൾപ്പെടുന്ന നല്ല ബ്രീത്തബിൾ ആയിട്ടുള്ള ഒരു സ്പേസർ ഫാബ്രിക്കിൽ വരുന്ന സെക്കൻഡ് പാറ്റേൺ ആണ് കേട്ടോ ഇത്. ഇതിലും മൗൾഡഡ് കപ്പും ബ്രോഡ് ആയിട്ടുള്ള സ്ട്രാപ്പും ഫ്രണ്ടിലും സൈഡ് വിങ്സിലും ബാക്കിലും ഹൈ കവറേജും പിന്നെ 3 ഹുക്സോട് കൂടിയിട്ടുള്ള ബാക്ക് സപ്പോർട്ടും ആണ് ഇതിന് വരുന്നത്. ഇതിന്റെ ബാൻഡിൽ ഒരു ഇന്നർ ഇലാസ്റ്റിക്കും പിന്നെ നല്ലൊരു മോയ്സ്ചറൈസിങ് കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് നമ്മൾ ഒരു ഫുൾ ഡേ ഇറിറ്റേഷനോ ഡിസ്കംഫർട്ടോ ഒന്നും ഇല്ലാതെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഈ കളർ ഉൾപ്പെടെ 8 കളേഴ്സിലും 32 മുതൽ 42 വരെ സിയും ഡിയും കപ്പ് സൈസിൽ നമുക്കിത് അവൈലബിൾ ആണ്. സെയിം ഫീച്ചേഴ്സ് വരുന്ന മൂന്നാമത്തെ പാറ്റേൺ ആണിത്. ഇത് ഫുള്ളി സീംലെസ് ആയിട്ടുള്ള ഒരു മിനിമൈസ് ബ്രാ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ടീഷർട്ടിന്റെ ഒപ്പോ അല്ലെങ്കിൽ ഒരു തിന്നായിട്ടുള്ള ഒരു ക്ലോത്തിന്റെ ഒക്കെ ഒപ്പം നമുക്കിത് വിസിബിൾ ലൈൻസ് ഒന്നും ഇല്ലാതെ യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ബ്രായും ഫുൾ കവറേജും ബ്രോഡ് ആയിട്ടുള്ള സ്ട്രാപ്പോട് കൂടിയിട്ടാണ് വരുന്നത്. കൂടാതെ തന്നെ ബാക്കിൽ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടിന് വേണ്ടിയിട്ട് 4 ഹുക്സും അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ 2 കളേഴ്സ് കൂടാതെ ഒരു 6 കളേഴ്സ് നമുക്ക് ഈ ഒരു പാറ്റേണിൽ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ബാൻഡ് സൈസ് വരുന്നത് 34 ടു 42 വരെയുള്ള സൈസും കപ്പ് സൈസ് CDEFG വരെയും അവൈലബിൾ ആണ്. ത്രൂ ഔട്ട് കേരള ഫിലോറോസ് ലോഞ്ചറിയിൽ വിസിറ്റ് ചെയ്യുന്ന ഒത്തിരി കസ്റ്റമേഴ്സ് നമുക്ക് ഉണ്ട് കേട്ടോ. അപ്പം പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് മാക്സിമം നേരിട്ട് തന്നെ പർച്ചേസ് ചെയ്യുക. കാരണം നമ്മുടെ കൺസൾട്ടൻസ് നിങ്ങളുടെ പ്രോബ്ലംസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പം ഇനി നേരിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റാത്തവര് ഒത്തിരി അകലെ നിന്നൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ ത്രൂ ആയിട്ട് സേവനം ലഭ്യമാണ്. അപ്പം താഴെ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. Thank you.